ഒറ്റപ്പെടലും ഏകാന്തതയും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഒറ്റപ്പെടുന്നത് പോലെ ദുഃഖകരമായ ഒരു അവസ്ഥ ഉണ്ടാകില്ല എന്ന് പറയുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഏകാന്തത നൽകുന്ന സമാധാനവും തിരിച്ചറിവും ചില സാഹചര്യത്തിൽ വളരെ വളരെ വലുതായി തോന്നും. തിരക്ക് പിടിച്ച ജോലിക്കിടയിൽ ഒരു ദിവസം ലീവ് എടുത്ത് ഒറ്റയ്ക്ക് വെറുതെ ഇരിക്കാൻ നമുക്ക് എല്ലാവർക്കും ഒരിക്കലെങ്കിലും തോന്നിയിട്ടില്ലേ? പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് ജീവിതത്തിലെ പല കാര്യങ്ങളെക്കുറിച്ചും പല അർത്ഥശൂന്യതകളെക്കുറിച്ചും നമുക്ക് ആയാസരഹിതമായി ചിന്തിക്കാൻ കഴിയുക, തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുക. ഡാഫോഡിൽസ് എന്ന കവിതയിൽ വിഖ്യാത കവി വേർഡ്സ്വർത്ത് കവികളെക്കുറിച്ച് തന്നെ പറയുന്ന ഒരു ഭാഗമുണ്ട്. അതിങ്ങനെയാണ്: ഞാൻ ഒറ്റയ്ക്ക് ഒരു മേഘത്തെ പോലെ ഈ പ്രകൃതിയിൽ അലഞ്ഞങ്ങനെ നടക്കുമ്പോൾ അത്ഭുതപ്പെടുകയാണ്. ഒറ്റയ്ക്കിരിക്കുന്ന കവികൾ മുഴുവൻ ഒറ്റപ്പെടുകയല്ല, അവർ സർഗാത്മകതയിൽ ചുറ്റപ്പെടുകയാണ്. അത്ര മനോഹാരിതയുണ്ട് ഏകാന്തതയ്ക്ക്. ആൾക്കൂട്ടങ്ങൾക്കിടയിൽ നിന്ന് ആൾക്കൂട്ടം പറയുന്നത് പോലെ ജീവിക്കാൻ എളുപ്പമാണ്. പക്ഷേ ആൾക്കൂട്ടത്തിൽ നിന്ന് മാറി ഒറ്റയ്ക്ക് ഒരു തീരുമാനമെടുക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടാകും. എന്നാൽ അങ്ങനെ മുന്നോട്ട് ചലിക്കാൻ കഴിയുന്നവർക്ക് മറ്റാരുമില്ലെങ്കിലും ജീവിതത്തെ നന്നായി നേരിടാൻ സാധിക്കും. ഏകാന്തതയുടെ 100 വർഷങ്ങൾ എന്ന നോവലിൽ മാർക്കേസ് പറയുന്നുണ്ട്, സമയം വെറുതെ കടന്നു പോവുകയല്ല, അതൊരു വൃത്താകൃതിയിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ഒരുപാട് തിരക്ക് കൂട്ടേണ്ട കാര്യമില്ല. ഇടയ്ക്ക് വെറുതെ ഒറ്റയ്ക്കിരിക്കാനും നമ്മൾ കുറച്ച് സമയം കണ്ടെത്തണം. ഏകാന്തത ചിലപ്പോൾ നമുക്ക് സുഖം പകരുന്ന ഒരവസ്ഥയായിട്ട് മാറും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.